നമസ്കാരം. റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സമ്പൂർണ്ണ വിജയം. വെസ്റ്റ് ഇൻഡീസും സമ്പൂർണ്ണ വിജയത്തോടെയാണ് ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ മത്സരം ഡെഡ് റബ്ബർ ആയിരുന്നു. ഓൾറെഡി അവർ സൂപ്പർ 8ലേക്ക് ക്വാളിഫൈ ചെയ്തതാണ്. എന്നാലും ഇറ്റലിക്കെതിരെ മികച്ച വിജയം തന്നെ നേടിയിരിക്കുന്നു. 42 റൺസിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് 165 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇറ്റലി 18 ഓവറിൽ 123 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. കളിയിൽ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഷായ് ഹോപ്പ് 46 പന്തുകളിൽ നിന്ന് 75 റൺസ്, 6 4 4 6 അടക്കം കിഡിലൻ ഇന്നിങ്സാണ് കളിച്ചത്. പിന്നെ റോസ്റ്റൻ ചേസിൻ്റെ 24 റൺസ്, ഷെർഫൈൻ റുദർഫോർഡ് 15 പന്തിൽ നിന്ന് 2 4 1 6 അടക്കം 24 റൺസ് അടിച്ച് പുറത്താകുന്നു. മാത്യു ഫോർഡ് 8 പന്തുകളിൽ നിന്ന് 3 ഫോറുകളോടെ 16 റൺസുമായിട്ടും പുറത്താകുന്നു. അങ്ങനെ അവർ 165 റൺസ് അടിച്ചു. മറുപടി ബാറ്റിങ്ങിൽ ഇറ്റലിക്ക് വേണ്ടി 2 അക്കം കണ്ട ബാറ്റർമാർ, ഒന്ന് ആൻ്റണി മോസ്ക, അദ്ദേഹം 12 പന്തിൽ നിന്ന് 19 റൺസ് അടിച്ചു. ജെ സ്മട്സ് 27 പന്തിൽ നിന്ന് 24 റൺസ് അടിച്ചു. ബെഞ്ചമിൻ മനേറ്റി 21 പന്തിൽ നിന്ന് 26 റൺസ് അടിച്ചു. ഗ്ലാൻ സ്റ്റീവേർട്ട് 7 പന്തിൽ നിന്ന് 12 റൺസ് അടിച്ചു. ഇത്രയും താരങ്ങൾ മാത്രമാണ് 2 അക്കം കണ്ടത് വെസ്റ്റ് ഇൻഡീസിനായിട്ട്. ഷാമർ ജോസഫ് 4 ഓവറിൽ 30 റൺസിന് 4 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. മാത്യു ഫോർഡ് 4 ഓവറിൽ 19 റൺസിന് 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ഗുഡാകേഷ് മോട്ടി 4 ഓവറിൽ 24 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. അതായത് എല്ലാ ടീമുകളെയും പരാജയപ്പെടുത്തിയാണ് അവരിപ്പോൾ മുന്നോട്ടേക്ക് കടന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി, സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി, നേപ്പാളിനെ പരാജയപ്പെടുത്തി, ഇറ്റലിയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പിൽ കളിച്ച് 4 കളിയും വിജയിച്ച് 8 പോയിൻ്റോടെ 1-ാം സ്ഥാനത്തോടെ അവർ മുന്നോട്ടേക്ക് കയറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ സൂപ്പർ 8ൽ അവരുടെ അടുത്ത മത്സരം, ആദ്യ മത്സരം വരുന്നത് ഫെബ്രുവരി 23 സിംബാബ്വെക്കെതിരെയാണ്. ഫെബ്രുവരി 26 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കുന്നവർ ഒടുവിൽ മാർച്ച് 1 ഇന്ത്യക്കെതിരെയും കളിക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.